ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അർജന്റീനയുടെ പരിശീലകനായ ലയണൽ സ്കലോണി തൻ്റെ ഭാവിയെക്കുറിച്ച് ഇപ്പോഴും ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ഡിസംബർ മാസം വരെ അർജന്റീനയുടെ പരിശീലകനായിക്കൊണ്ട് തുടരും. അതിനുശേഷം തനിക്ക് അതേക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് എന്നായിരുന്നു സ്കലോണി പറഞ്ഞിരുന്നത്. പക്ഷേ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇപ്പോൾ പൂർണ്ണ വിശ്വാസത്തിലാണ്. സ്കലോണി തന്നെ ഇനിയും തുടരും എന്നാണ് അസോസിയേഷൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ഇപ്പോൾ ഇക്വഡോറിന്റെ പരിശീലകനായ സെബാസ്റ്റ്യൻ ബക്കാച്ചീച്ചി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, അർജന്റീനക്കാരനാണ് സെബാസ്റ്റ്യൻ ബക്കാച്ചീച്ചി. അദ്ദേഹം പറഞ്ഞത് സ്കലോണി പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പകരമായി കൊണ്ട് പാബ്ലോ ഐമർ വരട്ടെ എന്നാണ്. നമുക്കറിയാം, സ്കലോണിയുടെ അസിസ്റ്റന്റ് പരിശീലകനാണ് ഐമർ. മുൻപ് അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു ഇതിഹാസം കൂടിയാണ് ഐമർ. അദ്ദേഹം അർജന്റീനയുടെ മുഖ്യ പരിശീലകനായിക്കൊണ്ട് വരട്ടെ എന്നാണ് ഇക്വഡോറിന്റെ പരിശീലകനായ സെബാസ്റ്റ്യൻ ബക്കാച്ചീച്ചി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സ്കലോണി വ്യക്തമാക്കിയതുപോലെ അദ്ദേഹം സമയമെടുത്തുകൊണ്ട് അർജന്റീനയുടെ ഗുണദോഷങ്ങളെ വിശകലനം ചെയ്യും. എന്നിട്ടാണ് അദ്ദേഹം ഒരു അന്തിമ തീരുമാനം എടുക്കുക. സ്കലോണി തുടരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പകരം ഐമർ നയിക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം അർജന്റീനയുടെ പരിശീലകനായിക്കൊണ്ട് തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്കലോണിയുടെ പരിശീലക സംഘത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പാബ്ലോ ഐമർ. തീർച്ചയായും അദ്ദേഹത്തിന് നല്ല രൂപത്തിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് സെബാസ്റ്റ്യൻ ബക്കാച്ചീച്ചി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഐമറിന് അർജന്റീനയുടെ മുഖ്യ പരിശീലകനാവാനുള്ള യോഗ്യതയുണ്ട് എന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. നമുക്കറിയാം, സാമ്പോളിയുടെ അസിസ്റ്റന്റ് പരിശീലകനായിരുന്നു സ്കലോണി. സാമ്പോളിക്ക് സ്ഥാനം നഷ്ടമാകുന്നു. പിന്നീടാണ് സ്കലോണിയെ അർജന്റീന താൽക്കാലികമായി കൊണ്ട് നിയോഗിച്ചത്. പക്ഷേ അതിനുശേഷം അർജന്റീന മികച്ച പ്രകടനം നടത്തിയതോടുകൂടി സ്കലോണിയെ മുഴുവനായിട്ടും പരിശീലകനായി അർജന്റീന നിയമിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ഒരു സുവർണ കാലഘട്ടം തന്നെയാണ് അർജന്റീനക്ക് സംഭവിച്ചത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.